തല മൊത്തം വൈറ്റ് ഹെയർസാണ്, അത് വെള്ളമുടിയാണ്. അതേപോലെ തന്നെ 60 വയസ്സിന് കൂടുതൽ പ്രായം. ഈ ഒരു കേസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമോ? ഒരുപാട് ആൾക്കാരുടെ സംശയമാണ്. അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വീഡിയോ ആദ്യം തന്നെ ആ വ്യക്തിയുടെ ഫോട്ടോസ് കാണിക്കാം. നിങ്ങൾ നോക്കി, മൊത്തം വൈറ്റ് ഹെയറാണ്, 100% ഹെയറും വൈറ്റ് ഹെയറാണ്. അതേപോലെ തന്നെ 60 വയസ്സിന് കൂടുതൽ പ്രായം. ഇങ്ങനത്തെ കേസുകൾ ചെയ്യാൻ അത്ര എളുപ്പമല്ല. നല്ല സ്കില്ലും കറക്റ്റായിട്ടുള്ള ഡയഗ്നോസ് ചെയ്തിട്ട് ഇങ്ങനത്തെ കേസുകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാവും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഓക്കെ, ഈ റിസൾട്ട് വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ പറയുകയാണ്, അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളതൊരു സയൻസാണ്. കാരണം എല്ലാവരും ഇങ്ങനെ ചാടിക്കയറി ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. എല്ലാ ക്ലിനിക്കുകളും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരുപാട് ക്ലിനിക്കുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ കൂണ് പോലെയാണ് ഓരോ ക്ലിനിക്കുകൾ പൊങ്ങി വരുന്നത്. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം ആലോചിച്ച് ചെയ്യുക. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലിനിക്ക് വേണം, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമായിരിക്കണം. സർജറി ഡോക്ടറാണെങ്കിലും ടെക്നിക്കൽ ടീമാണെങ്കിലും എക്സ്പീരിയൻസ് മസ്റ്റ്. നല്ല സ്കില്ല് വേണം. അല്ലാതെ വെറുതെ പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. ഓഫർ നോക്കിയിട്ട് അങ്ങനെ ചാടിക്കറി ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുന്നത് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡോണർ ഏരിയ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഹെയർ ലൈൻ വരയ്ക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം ഗ്രേഡ് ബാൾനെസ് ഉണ്ട്, എത്ര ഏജ് ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യാവും. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പറയുന്ന കേസ് 60 വയസ്സിന് കൂടുതൽ പ്രായമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കേസിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡോണർ ഏരിയ. നല്ല ക്വാളിറ്റി ഡോണർ ആണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കേസുകൾ ചെയ്യാവൂ. അതേപോലെ തന്നെ ഇങ്ങനത്തെ കേസുകളിൽ മെഡിസിൻസ് അത്ര എഫക്റ്റ് ആവുന്നില്ല. കാരണം ഏജ് എബോവ് 60 ആണ്. വലിയ കാര്യം മെഡിസിൻസ് കൊടുത്തിട്ട് കാര്യം വരുന്നില്ല. അതേപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് മസ്റ്റാണ്. എല്ലാ ട്രാൻസ്പ്ലാന്റിലും മെഡിക്കൽ ടെസ്റ്റ് ചെയ്തിരിക്കണം. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് കുറേ ടെസ്റ്റുകളുണ്ട്, ലിസ്റ്റ് ക്ലിനിക്ക് അയച്ചു തരും. അതൊക്കെ ചെയ്തിട്ട് എല്ലാം റിപ്പോർട്ടായിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാവും. പ്രത്യേകിച്ച് 60 വയസ്സുള്ള കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യാനുണ്ട്. മെഡിക്കലി ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം. ഇപ്പം ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോട്ടോ കാണിക്കുക. നിങ്ങൾ പല ആൾക്കാരെ കണ്ടതാണ്. ഫസ്റ്റ് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ്. 7 ഗ്രേഡ് എന്ന കഷണ്ടിയാണ്, കംപ്ലീറ്റ് കഷണ്ടി. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ ഹെയർ ലൈൻ വരയ്ക്കുക അത്ര ഈസി അല്ല. അതേപോലെ ഡോണർ ഏരിയയിൽ നിന്ന് ഗ്രാഫ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക അത്ര ഈസി അല്ല. കാരണം ഡോണർ ഏരിയ വിസിബിലിറ്റി വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം കൺസേൺ ഉണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് ഏകദേശം 6 വർഷവും 5 മാസവും കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കേസ് ബിഫോർ ഫോട്ടോസ് കാണിക്കാൻ നോക്കിയേ. നല്ല രീതിയിലുള്ള കഷണ്ടിയിൽ ഗ്യാപ്പാണ്, കൂടുതലായിട്ട് ഗ്യാപ്പ് ഫില്ലിങ്ങാണ് വരുന്നത്. വെരി ടഫ് കേസാണ്. ഇപ്പം നമുക്ക് പൂർണ്ണമായിട്ട് കഷണ്ടിയായ ഒരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അത്ര റിസ്ക്കുള്ളൊരു ഫാക്ടർ. കാരണം അവിടെ ഗ്യാപ്പ് ഒന്നും, അതായത് എക്സിസ്റ്റിംഗ് ഹെയർ ഒന്നും ഇല്ലല്ലോ. അതേപോലെ ഹെയർ ലൈൻ ചെയ്യുന്നതും ടഫാണ്. എന്നാലും കമ്പാരിറ്റീവ് ഏറ്റവും ടഫ് ചെയ്താൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും, ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. നിലവിലെ ഗ്രാഫ്റ്റ് ഡാമേജ് ആവാനും പാടില്ല, പുതിയ ഗ്രാഫ്റ്റ് അതിനിടയിൽ വെക്കണമെന്നും വേണം. ഇങ്ങനത്തെ കേസുകളാണ് സഫയർ എന്ന് പറയുന്ന ടൂളിൻ്റെ ഇമ്പോർട്ടൻസ്. സഫയർ കൊണ്ട് ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഫില്ലിംഗ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചു. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം. ഓക്കെ, സീ ദിസ്. നല്ല രീതിയിലുള്ള ഹെയർ ലൈൻ കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി ഡെൻസിറ്റി കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് കഷണ്ടിയും അദ്ദേഹത്തിന് കവർ ചെയ്തിട്ടുണ്ട്. വേറൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക, വൈറ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറായിട്ട് വരുമോ എന്നാണ്. ഒരു കാരണവശാലും വരില്ല. നമ്മുടെ ഡോണർ ഏരിയയിൽ വൈറ്റ് ഹെയറാണ് നിങ്ങൾ ഗ്രാഫ്റ്റ് എടുത്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വൈറ്റ് തന്നെ ആയിട്ട് വരിക. പിന്നീട് അത് ഡൈ ചെയ്യാം. അങ്ങനെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഹെയർ ഞാൻ ഡൈ ചെയ്യാറില്ല. ഓക്കെ, എൻ്റെ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിക്കുക. സീ, ഇത് വൈറ്റ് മുടി കണ്ടോ? ഇങ്ങനെ ഈ ഏരിയയിൽ ഫുള്ള് കുറേ വൈറ്റ് ഹെയർസ് ഉണ്ട്. എൻ്റെ ഇവിടെ കാണാൻ പറ്റും, കുറേ വൈറ്റ് ഹെയർസ് ഉണ്ട്. അത് എൻ്റെ താടി എടുത്ത മുടിയാണ്. എൻ്റെ താടി ഈ ഒരു പോർഷനിൽ നല്ലപോലെ വൈറ്റ് ആവും, പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഈ ഏരിയ തന്നെ താടിയിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുത്ത് ഒരു 2000 ചില്ലാനും ഗ്രാഫ്റ്റ് താടിയിൽ നിന്ന് എടുത്ത് 2 സിറ്റിംഗ് ആയിട്ട്. സോ ആ ഹെയറിൽ വൈറ്റാണ്. അപ്പോൾ അത് തലയുടെ ക്രൗൺ ഏരിയയിൽ ഞാൻ ഒന്ന് കളറൊന്നും ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ എടുക്കുകയാണ്, മിക്സ് ആയിട്ട് വരികയുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു ഏരിയ ഡൈ ചെയ്യാറുണ്ട്. താടി കുറച്ച് ഏരിയ ഞാൻ ഡൈ ചെയ്യാറ്. കാരണം ഇവിടെ മാത്രം വന്നിട്ട് ബോറായിരിക്കും. പക്ഷേ ഇവിടെയാണെങ്കിൽ ബുൾഗാനങ്ങ് വെക്കായിരുന്നു. പക്ഷേ ഇവിടെ മാത്രം ആയതുകൊണ്ട് ഞാൻ ഡൈ ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കേസിൽ അദ്ദേഹം ഡൈ ഒന്നും ചെയ്തില്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ റിസൾട്ട് വന്നു. ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോയി റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ. ഞാൻ കാണിക്കാൻ പോവാണ്. സീ ദ റിസൾട്ട്സ് എങ്ങനെയുണ്ടോ നോക്കി. ആ വ്യക്തി ഏത് ലെവലാണ് അതിന് മാറ്റം വന്നത്. അപ്പോൾ 60 വയസ്സ് പ്രായം, 70 വയസ്സ് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിഞ്ഞു. അതേപോലെ വൈറ്റ് ഹെയർ ഒരു പ്രശ്നമല്ല. വൈറ്റ് ഹെയർ വൈറ്റായിട്ട് തന്നെ വരുള്ളൂ. അതേ ഡൈ ഒന്നും അടിച്ചിട്ടില്ല. അടിപൊളി കിടിലൻ ഡെൻസിറ്റിയിൽ അദ്ദേഹത്തിന് ഫുൾ ഹെഡ് കവറായി കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നൊരു സർജൻ്റെ സ്കില്ലാണ്, ആ ടീമിൻ്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഹെയർ ലൈൻ വരയ്ക്കുന്ന നാച്ചുറൽ ആയിട്ട്. ഈ ഹെയർ കാണുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട്. ഒരു സിനിമ നടൻ അജിത്തിൻ്റെ ഹെയർ ഒക്കെ കണ്ടല്ലോ, വൈറ്റ് ഹെയർ ആണ്. അപ്പോൾ ആ രീതിയിലത്തെ ഒരു ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അപ്പോൾ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി തന്ന് വിത്ത് പ്രൂഫാണ്. ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ പഴയ വീഡിയോസ് എല്ലാം കാണുക. നിരവധി വീഡിയോസ് ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, ഫോളോ ചെയ്യുക. യൂട്യൂബിൽ ഒരുപാട് ഷോർട്സും
ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രീഡം സീരീസ് എന്ന് പറയുന്ന 79 പേരുടെ റിസൾട്ട്സ് ഷെയർ ചെയ്ത ഒരു വീഡിയോസ് ഉണ്ട്. അത് ചാനൽ കയറി കഴിഞ്ഞാൽ കിട്ടും, കാണുക. അതേപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ മെഡിസിൻ കൊണ്ട് മാത്രം മുടി വരുന്ന ഇതെങ്ങനെ വരും എന്നൊരു സീരീസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.